ഹലോ മക്കളെ, ഷമീം സാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരുപാട് കുട്ടികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ലഭിച്ചില്ലെങ്കിൽ അതും എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഷമീം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1,45,000 കുട്ടികൾ ഇപ്രാവശ്യം അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് കുട്ടികളെ ലഭിക്കാത്തവർ തന്നെ ആയിരിക്കും. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, VHSCയും അതുപോലെ തന്നെ പോളിടെക്നിക് ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ അതിലേക്ക് പോകേണ്ടി വരും. എങ്കിലും നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുക. തേർഡ് അലോട്ട്മെൻറ്റ് വരാണ്ട്, അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്, സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയുക അവസരങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. എത്രത്തോളം സീറ്റുകളാണ് തേർഡ് അലോട്ട്മെൻറ്റിൽ ബാലൻസ് ആയി കിടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനു മുൻപ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച മക്കൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, 10-ാം തീയതി രാവിലെ 10 മണി മുതൽ 11-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് എന്ത് ചെയ്യാനുള്ളത്, പ്രവേശനത്തിന് ഹാജരാകേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ്. ഇന്ന് 5 മണിക്ക് മുൻപായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളാണെങ്കിലും ഇഷ്ടമില്ലാത്ത സ്കൂളാണെങ്കിലും ഇന്ന് 5 മണിക്ക് മുമ്പായിട്ട് ആ സ്കൂളിൽ പോയിട്ട് ടെമ്പററി ആയിട്ടോ പെർമനന്റ് ആയിട്ടോ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങളെ അടുത്ത അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട സ്കൂളാണെങ്കിൽ നോ പ്രശ്നം അല്ലേ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്താൽ മതി. ഇനി ഇഷ്ടമില്ലാത്ത സ്കൂളാണ്, ഇഷ്ടമില്ലാത്ത കോഴ്സ് ആണെങ്കിൽ എങ്കിൽ പോലും നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങളെ തേർഡ് അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം ഓർമ്മയിൽ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷിതാവിൻ്റെ കൂടെ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവണം. അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ അത് ആർക്കാണ് ലാഭം? യെസ്, ഇതുവരെ സീറ്റൊന്നും കിട്ടാത്ത കുട്ടികൾക്ക് നിങ്ങൾ വഴിയൊരുക്കി കൊടുക്കുന്ന പോലെയാവും. തീർച്ചയായിട്ടും അഡ്മിഷൻ കിട്ടുന്നവർ, അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കുക. കിട്ടാത്തവർ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സീറ്റുകൾ ഇനിയും ബാലൻസ് ആയി കിടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ചിലപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. തേർഡ് അലോട്ട്മെൻറ്റിലും കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. ഓൾറെഡി ഇതുവരെ കിട്ടാത്ത കുട്ടികളാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ കുറേ അധികം കുട്ടികൾ പുറത്തുണ്ട്. അതിൽ ഒരു 10% വിദ്യാർത്ഥികൾക്കൊക്കെ ഇനി കിട്ടുള്ളൂ, അലോട്ട്മെൻറ്റിൽ കിട്ടുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുതരാം. നിങ്ങളോട് ഇതിനോടൊപ്പം തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്യൂഷൻ അത്യാവശ്യമാണ് കേട്ടോ. SSLC പോലെ അല്ല +1 എന്ന് പറയുന്നത്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവണം. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കോഴ്സിന് തന്നെ നിങ്ങൾ ചേരണം. ഓക്കെ, അത് ഏത് സ്കൂളായാലും, ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കോഴ്സിന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ചേരണം. അത് സ്കൂൾ ഏതോ ആയിക്കോട്ടെ. ഇതുവരെ കിട്ടിയില്ല എന്ന് കരുതി നിങ്ങൾ ആ കോഴ്സ് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒഴിവാക്കി കളയരുത്. നിങ്ങളുടെ ആഗ്രഹം ഏതാണോ അതിന് തന്നെ നിങ്ങൾ ചേരണം. നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളുടെ റിസൾട്ട് വരും. എവിടെയാണെങ്കിൽ നമ്മുടെ അഗ്നി ബാച്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ ഈ ഒരു ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിലുണ്ട്. ഇത് ഈ വർഷം 2025 +1 റിസൾട്ട് വന്നതിന് ശേഷം 520 മാർക്കും നേടിയിട്ടുള്ള മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികളാണിത്. ഓക്കെ, യെസ്, 1 മാർക്കും അതുപോലെ തന്നെ 2 മാർക്കും 3 മാർക്കും ഒക്കെ പോയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാച്ചിൽ നിന്നും ഫുൾ മാർക്ക്, ഫുൾ A+ വാങ്ങിയിട്ടുള്ള മക്കളുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ആവാൻ വേണ്ടി പറ്റും. തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ അഗ്നി ബാച്ചിൽ സയൻസ് ആണ് എടുക്കുന്നതെങ്കിൽ അഗ്നി ബാച്ചിന്, കൊമേഴ്സ് ആണെങ്കിൽ ജ്വാല ബാച്ചും ഉണ്ട്, അവിടെയും ഉണ്ട് ഒരുപാട് കുട്ടികൾ കേട്ടോ. ഫുൾ A+ ഒക്കെ വാങ്ങിയിട്ടുള്ള ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഇത് ഈ വർഷം മാത്രമുള്ള ഒരു റിസൾട്ട് അല്ല, പെട്ടെന്നുണ്ടായ ഒരു അത്ഭുതമൊന്നും അല്ല. ഇത് നമ്മൾ വർഷം നമ്മുടെ ബാച്ചിൽ ഉണ്ടാകുന്ന റിസൾട്ടാണ്. ഇത് 2024 520 മാർക്കും വാങ്ങിയിട്ടുള്ള കേരള ടോപ്പേഴ്സാണ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങളുടെ മാർക്കും ഇതുപോലെ തന്നെ ഫുൾ മാർക്കിലേക്കൊക്കെ എത്താൻ വേണ്ടി പറ്റും. നിങ്ങൾ അതിന് കഴിവുള്ളവരാണ്. എക്സാം വിന്നർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇനി നമുക്ക് ഈ വർഷത്തെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ hscap.kerala.gov.in എന്ന സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ ഓരോ ജില്ലയിലെയും വേക്കൻസി കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 4293 സീറ്റുകളാണ് ഇനി ഒഴിഞ്ഞു കിടക്കുന്നത്. അതുപോലെ ഓരോ ജില്ലയിലെയും വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എന്താ പറയുക, കുറവ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി 17,970 സീറ്റുകളുണ്ട് കേട്ടോ. മലപ്പുറത്ത് 17,970 സീറ്റുകളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്. ആക്ച്വലി ഇത്രയും സീറ്റുകൾ ഉണ്ടെങ്കിലും തേർഡ് അലോട്ട്മെൻറ്റിൽ പല കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇതെല്ലാം പല കമ്മ്യൂണിറ്റിയിൽ റിസർവ്ഡ് ആയി കിടക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം. നമ്മുടെ hscap-ൽ യെസ്, ഇതാണ് ആ ഒരു കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ജനറൽ സീറ്റ് മലപ്പുറത്ത് 0 ആണ്. ഓക്കെ, ജനറൽ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവിടെ സീറ്റ് കിട്ടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ
ETB അതായത് ഈഴവ തീയ ബില്ലവ അവിടെ സീറ്റുകൾ ബാലൻസ് ഉള്ളത് വെറും 71 സീറ്റുകളാണ്. 17,000 ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് എവിടെ നിന്നാണ്? മുസ്ലിം തീർച്ചയായിട്ടും എന്താ കോഴിക്കോട് മുതൽ കണ്ണൂർ വരെ 0 ആണ്. അതുപോലെ തന്നെ എന്താ പറയുക LC SIUC ആംഗ്ലോ ഇന്ത്യൻ കുറച്ച് സീറ്റുകൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ OBC വളരെ കുറവാണ്. പാലക്കാട് 170 സീറ്റുണ്ട്, മലപ്പുറത്ത് 416 സീറ്റുകളുണ്ട്. ആകെ 1069 സീറ്റുകൾ 1390 സീറ്റുകൾ മാത്രമാണ് ക്രിസ്ത്യൻ OBCയിൽ ബാലൻസ് കിടക്കുന്നത്. ഇനി ഹിന്ദു OBC നോക്കാം. 1184 സീറ്റുകളാണ് ആകെ മൊത്തം ടോട്ടൽ ഒഴിഞ്ഞു കിടക്കുന്നത്. പല ജില്ലകളിലും 2 ഡിജിറ്റ്സ് ആണ്. 822 സീറ്റുകൾ മലപ്പുറത്തുണ്ട് കേട്ടോ. ഹിന്ദു OBC 822 സീറ്റുകളാണ് മലപ്പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറി പെട്ടവർക്ക് ഒന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, യെസ്. പിന്നെ SC ST ഇഷ്ടംപോലെ സീറ്റുകളുണ്ട്. അവർക്ക് എന്തായാലും തേർഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡും ബ്ലൈൻഡിനൊക്കെ സീറ്റുകൾ അത്യാവശ്യമുണ്ട്. ഭാഷാ ന്യൂനപക്ഷം, ധീവര റിലേറ്റഡ് അവർക്കൊക്കെ കിട്ടും. വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് സീറ്റ് വളരെ കുറവാണ്, 126 സീറ്റുകളേ ഉള്ളൂ. അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിറ്റി പറയുമ്പോൾ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇഷ്ടം പോലെ സീറ്റുകളുണ്ട്. ആ കമ്മ്യൂണിറ്റിയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും 11,889 സീറ്റുകൾ അവിടെയാണ് ഒഴിഞ്ഞു കിടക്കുന്നത് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഈ സീറ്റുകൾ ഈ 75,000-ഓളം സീറ്റുകൾ കിടക്കുന്നത് പല കമ്മ്യൂണിറ്റിയിലായിട്ട് റിസർവ്ഡ് ആയിട്ട് കിടക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞതിൽ കൂടുതൽ വേക്കൻസി ഉള്ള കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടും. കുറഞ്ഞതാണെങ്കിൽ നമുക്ക് സപ്ലിമെൻ്ററിയിൽ വെയിറ്റ് ചെയ്യാം. കാരണം ഈ സീറ്റുകളെല്ലാം 75,419 സീറ്റുകളിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം വരുന്ന വേക്കൻസി എത്രയാണോ അത്രയും സീറ്റുകൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജനറൽ മെറിറ്റ് സീറ്റുകളായിട്ട് മാറ്റും. ഓക്കെ, ജനറൽ മെറിറ്റ് സീറ്റുകളായിട്ട് ഇതെല്ലാം മാറും. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, നമുക്ക് സപ്ലിമെൻ്ററി വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഒരു മുമ്പിലുള്ളൊരു പ്രശ്നം. അതായത് ചിലപ്പോൾ നമുക്കൊരു 2-3 ആഴ്ചത്തെ ക്ലാസ്സുകൾ മിസ്സായേക്കാം. ഓക്കെ, അതായത് ജൂൺ 18-ാം തീയതി നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ജൂൺ 18-ാം തീയതി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ സപ്ലിമെൻ്ററി ഒക്കെ നമുക്ക് അലോട്ട്മെൻ്റ് ഒക്കെ വരെ ഏകദേശം ജൂലൈ 2nd വീക്കിലോ അല്ലെങ്കിൽ ജൂലൈ 1st വീക്കിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുവരെയുള്ള ക്ലാസ്സുകൾ നമുക്ക് മിസ്സാവും എന്നുള്ളത് ഒഴിച്ചാൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇത്രയും സീറ്റുകൾ എന്താവാനുണ്ട്, ജനറൽ മെറിറ്റ് സീറ്റുകളായി മാറാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോസിറ്റീവായിട്ട് ഇരിക്കുക. കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് +1 ഈ ഒരു സാധാ +1 നമുക്ക് അഡ്മിഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് VHSCയിലേക്കോ മറ്റു കോഴ്സുകളിലേക്കോ പോകാം. അപ്പോൾ ഈ ഒരു വിവരം മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റിൽ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ മക്കളെ. വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.